ക്രിക്കറ്റ് ലോകം ശ്വാസമടക്കി പിടിച്ചു കാത്തിരുന്ന ആ മഹാപോരാട്ടത്തിന് ഒടുവിൽ കടുപ്പമേറിയ ഒരു ശുഭപര്യവസാനം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. പുതിയ ചണ്ഡിഗഡ് സ്റ്റേഡിയത്തിൽ സിംഹങ്ങൾ അലറിയപ്പോൾ ഓറഞ്ച് ആർമിക്ക് ദയനീയ പതനമാണ് നേരിടേണ്ടി വന്നത്. ആദ്യ ക്വാളിഫയറിന് പിന്നാലെ IPL എലിമിനേറ്ററും വെറും ഏകപക്ഷീയമായി മാറിയ കാഴ്ചയ്ക്കാണ് ക്രിക്കറ്റ് ലോകം ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. കിരീടം മാത്രം ലക്ഷ്യമിട്ട് ടൂർണമെന്റിൽ ഉടനീളം തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കഥ കഴിച്ച് രാജസ്ഥാൻ റോയൽസ് രണ്ടാം ക്വാളിഫയറിലേക്ക് വളരെ ആധികാരികമായി തന്നെ ടിക്കറ്റ് എടുത്തിരിക്കുന്നു. 47 റൺസിന്റെ കൂറ്റൻ ജയമാണ് റിയാൻ പരാഗും സംഘവും ഇന്നലെ ചണ്ഡിഗഡിൽ ആഘോഷമാക്കിയത്. ഈ വമ്പൻ തോൽവിയോടെ ഹൈദരാബാദിന്റെ ഈ സീസണിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുകയാണ്. മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ടോസ് ഭാഗ്യം തുണച്ചത് ഹൈദരാബാദ് നായകൻ പാറ്റ് കമ്മിൻസിനെയായിരുന്നു. ചണ്ഡിഗഡിലെ പിച്ചിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് മഞ്ഞിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിൽ കമ്മിൻസ് ഒട്ടും മടിച്ചില്ല. രാജസ്ഥാനെ ആദ്യം ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഹൈദരാബാദിന്റെ മാരക ബൌളിംഗ് നിരയ്ക്ക് മുന്നിൽ രാജസ്ഥാൻ തകരുമെന്ന് കരുതിയവർക്ക് മുഴുവൻ തെറ്റുന്ന കാഴ്ചയാണ് പിന്നീട് മൈതാനത്ത് കണ്ടത്. കാരണം പിന്നീട് അവിടെ നടന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാറ്റിംഗ് വിസ്മയങ്ങളിലൊന്നായിരുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ ഇന്നിംഗ്സ് ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി ചേർക്കേണ്ട ഒന്നായി മാറിയത് ഒരൊറ്റ പേരുകൊണ്ടാണ്. അത് വൈഭവ് സൂര്യവംശി എന്ന യുവതാരത്തിന്റെ പേരാണ്. ഹൈദരാബാദിന്റെ ലോകോത്തര ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ സ്കൂൾ കുട്ടികളെപ്പോലെയാണ് ഈ ഇടങ്കയ്യൻ ബാറ്റർ കൈകാര്യം ചെയ്തത്. കേവലം 29 പന്തുകളിൽ നിന്നും 97 റൺസ് അടിച്ചുകൂട്ടിയ വൈഭവ് സൂര്യവംശിയുടെ ഇന്നിംഗ്സ് ഈ മത്സരത്തിന്റെ ഗതി തന്നെ പൂർണ്ണമായി മാറ്റിമറിച്ചു. സിക്സറുകളുടെയും ഫോറുകളുടെയും ഒരു പെരുമഴയായിരുന്നു ചണ്ഡിഗഡിൽ പെയ്തിറങ്ങിയത്. നിർഭാഗ്യവശാൽ 3 റൺസ് അകലെ വെച്ച് ആ അർഹിച്ച സെഞ്ചുറി നഷ്ടമായെങ്കിലും സൺറൈസേഴ്സിന്റെ ക്യാമ്പിൽ ഭീതി വിതയ്ക്കാൻ ആ ഇന്നിംഗ്സിന് സാധിച്ചു. വൈഭവ് സൂര്യവംശി തകർത്തടിച്ച ആ അടിത്തറയിലിരുന്ന് മധ്യനിരയിൽ ധ്രുവ ജുറേലും തകർത്താടി. ഒരു വശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും റൺറേറ്റ് താഴേക്ക് പോകാതെ ജുറേൽ കാത്തുസൂക്ഷിച്ചു. അങ്ങനെ നിശ്ചിത 20 ഓവർ പൂർത്തിയാകുമ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിൽ 243 റൺസ് എന്ന ഹിമാലയൻ സ്കോറാണ് രാജസ്ഥാൻ ബോർഡിൽ ചേർത്തത്. വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും ഹൈദരാബാദിന്റെ ബൌളർമാരെല്ലാം ഓവറിൽ വലിയ രീതിയിൽ റൺസ് വഴങ്ങേണ്ടി വന്നു. 244 റൺസ് എന്ന അസാധ്യ ലക്ഷ്യം മുന്നിൽ കണ്ട് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദിന് തുടക്കം മുതലേ പിഴയ്ക്കുകയായിരുന്നു. പവർ പ്ലേയിൽ തന്നെ തകർത്തടിച്ച് ശീലിച്ച അവരുടെ ഓപ്പണർമാർക്ക് രാജസ്ഥാൻ പേസർമാർക്ക് മുന്നിൽ ബാറ്റനയ്ക്കാൻ പോലും സാധിച്ചില്ല. റൺറേറ്റ് ഉയർത്താനുള്ള സമ്മർദ്ദം ഓരോ ബാറ്റർമാരിലും വ്യക്തമായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നു. ഹെൻറിച്ച് ക്ലാസനും ട്രാവിസ് ഹെഡും പൊരുതി നോക്കിയെങ്കിലും രാജസ്ഥാന്റെ ബൌളിംഗ് തന്ത്രങ്ങൾക്ക് മുന്നിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. പ്രത്യേകിച്ച് പറയേണ്ടത് രാജസ്ഥാന്റെ പേസ് അറ്റാക്കിനെ നയിച്ച ജോഫ്ര ആർച്ചറെക്കുറിച്ചാണ്. തന്റെ പഴയ ഫോമിലേക്ക് പൂർണ്ണമായി തിരിച്ചെത്തിയ ആർച്ചർ മണിക്കൂറിൽ 150 കിലോമീറ്ററിലധികം വേഗതയുള്ള തീപ്പൊരി പന്തുകളിലൂടെ ഹൈദരാബാദിന്റെ നട്ടെല്ലൊടിച്ചു. നിർണായകമായ 3 വിക്കറ്റുകളാണ് ആർച്ചർ പിഴുതത്. ഒടുവിൽ 19 ഓവറിലും 2 പന്തിലുമായി 196 റൺസിന് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ എല്ലാ വിക്കറ്റുകളും നിലംപൊത്തി. 47 റൺസിന്റെ ദയനീയ തോൽവിയോടെ ഓറഞ്ച് ആർമി ടൂർണമെന്റിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുകയാണ്. എലിമിനേറ്ററിലെ ഈ മഹാവിജയത്തോടെ രാജസ്ഥാൻ റോയൽസ് നേരെ രണ്ടാം ക്വാളിഫയറിലേക്ക് മാർച്ച് ചെയ്തിരിക്കുകയാണ്. എന്നാൽ അവർക്ക് ആഘോഷിക്കാൻ ഒട്ടും സമയമില്ല. കാരണം വെള്ളിയാഴ്ച നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ അവരെ കാത്തിരിക്കുന്നത് നിസ്സാരക്കാരല്ല, മുൻ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസാണ്. ശുഭ്മൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ഗുജറാത്ത് ആദ്യ ക്വാളിഫയറിൽ തോറ്റെങ്കിലും ഏത് നിമിഷവും കടിച്ചുകീറാൻ നിൽക്കുന്ന പരിക്കേറ്റ സിംഹങ്ങളെപ്പോലെയാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച അഹമ്മദാബാദിൽ നടക്കാൻ പോകുന്നത് ഈ സീസണിലെ ഏറ്റവും വലിയ പോരാട്ടമായിരിക്കും. ആ മത്സരത്തിൽ ജയിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഞായറാഴ്ച നടക്കുന്ന മഹാകലാശപ്പോരിലേക്ക് യോഗ്യത ലഭിക്കുക. അവിടെ അവരെ കാത്തിരിക്കുന്നത് മറ്റാരുമല്ല, ഈ സീസണിൽ തകർപ്പൻ ഫോമിൽ കളിക്കുന്ന റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവാണ്. വിരാട് കോഹ്ലിയും സംഘവും നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കിരീടവുമായി കാത്തിരിക്കുമ്പോൾ അവർക്കെതിരെ ഫൈനൽ കളിക്കാൻ യോഗ്യത നേടുന്നത് രാജസ്ഥാൻ റോയൽസ് ആയിരിക്കുമോ അതോ ഗുജറാത്ത് ടൈറ്റൻസ് ആയിരിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. പക്ഷെ ചോദ്യങ്ങൾ ഇവിടെ തീരുന്നില്ല. ടോസ് നേടി ഫീൽഡിംഗ് തിരഞ്ഞെടുത്ത പാറ്റ് കമ്മിൻസിന്റെ തീരുമാനം പാളിപ്പോയോ? വമ്പൻ സ്കോറുകൾ അടിച്ചുകൂട്ടിയ ഹൈദരാബാദിന് എലിമിനേറ്ററിന്റെ സമ്മർദ്ദം താങ്ങാൻ കഴിഞ്ഞില്ലേ? കേവലം 29 പന്തിൽ 97 റൺസ് അടിച്ചുകൂട്ടിയ 15-കാരൻ വൈഭവ് സൂര്യവംശിയാണോ അതോ 3 വിക്കറ്റെടുത്ത ജോഫ്ര ആർച്ചറാണോ ഇന്നലത്തെ യഥാർത്ഥ ഹീറോ? ഇനി വെള്ളിയാഴ്ച ഗുജറാത്ത് ടൈറ്റൻസിനെ വീഴ്ത്തി രാജസ്ഥാൻ ഫൈനലിലേക്ക് മുന്നേറുമോ? അതോ ശുഭ്മൻ ഗില്ലും സംഘവും രാജസ്ഥാന്റെ മോഹങ്ങൾക്ക് തടയിടുമോ? ഞായറാഴ്ച അഹമ്മദാബാദിൽ വിരാട് കോഹ്ലിയുടെ ബംഗളൂരുവുമായി ഫൈനലിൽ ഏറ്റുമുട്ടുക ആരായിരിക്കും? രാജസ്ഥാനോ അതോ ഗുജറാത്തോ? നിങ്ങളുടെ പ്രവചനങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യൂ. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകളും IPL വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.